ഏതാണ്ട് 2 വർഷത്തോളം ലോകവ്യാപകമായി ആളുകളെ മുൾമുനയിൽ നിർത്തിയ ഒരു മഹാമാരിയായിരുന്നു കോവിഡ്-19 അഥവാ കൊറോണ വൈറസ്. 2019 ഡിസംബറിൽ ചൈനയിലെ വുഹാനിലാണ് ആദ്യമായി കോവിഡ്-19 റിപ്പോർട്ട് ചെയ്തത്. തുടർന്നങ്ങോട്ട് ലോകത്ത് എല്ലായിടത്തും ഈ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ രോഗബാധിതരായി, ലക്ഷങ്ങൾ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു. ഇതിനെല്ലാം ശേഷം ഇപ്പോൾ ലോകം കോവിഡ് ഭീഷണിയിൽ നിന്ന് ഏറെക്കുറെ മുക്തമായ നിലയിലായിരുന്നു. ഒരുമാതിരി എല്ലാ കാര്യങ്ങളും തന്നെ കോവിഡിന് മുൻപ് എങ്ങനെയായിരുന്നു ആ സ്ഥിതിയിലേക്ക് തന്നെ തിരികെ എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും കോവിഡ് ഭീതി നിറയുകയാണ്. ഇംഗ്ലണ്ടിൽ ഭീതി പരത്തിക്കൊണ്ട് പുതിയൊരു കോവിഡ് വകഭേദം വ്യാപിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ മാസം ആദ്യമായാണ് UK-യിൽ കോവിഡിന്റെ ഏറ്റവും പുതിയ വകഭേദമായ ഏരീസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന EG5.1 റിപ്പോർട്ട് ചെയ്തത്. ലോകാരോഗ്യ സംഘടന നിരീക്ഷിക്കുന്ന കോവിഡ് വകഭേദങ്ങളുടെ പട്ടികയിൽ EG5ഉം ഉണ്ട്. ജൂലൈ 31-നാണ് പുതിയ വകഭേദം തിരിച്ചറിഞ്ഞത്. രാജ്യങ്ങളോട് ജാഗ്രത പാലിക്കാനും കോവിഡ് പെരുമാറ്റച്ചട്ടം പാലിക്കാനും ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നുണ്ട്. UK-യിലെ റെസ്പിറേറ്ററി ഡാറ്റ മാർട്ട് സിസ്റ്റം വഴി റിപ്പോർട്ട് ചെയ്ത 4396 സാമ്പിളുകളിൽ 5.4% പേർക്കും കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തു. കോവിഡ് രോഗികളുടെ ആശുപത്രി പ്രവേശന നിരക്ക് 1.17% നിന്ന് 1.97% ഉയർന്നു. നിലവിൽ 7 പുതിയ കോവിഡ് കേസുകളിൽ 1 ഏരീസ് വകഭേദമാണെന്ന് ആരോഗ്യ വിദഗ്ധരും അറിയിക്കുന്നുണ്ട്. ഈ വകഭേദം നിലവിൽ 45 രാജ്യങ്ങളിൽ കണ്ടെത്തിയതായാണ് റിപ്പോർട്ടുകൾ. ജലദോഷം, തലവേദന, പനി തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. മോശം കാലാവസ്ഥയും കുറയുന്ന പ്രതിരോധ ശക്തിയുമാണ് മറ്റ് കാരണങ്ങൾ. കൈകൾ വൃത്തിയായി സൂക്ഷിക്കുക, ലക്ഷണങ്ങൾ ഉള്ളതായി തോന്നിയാൽ ഉടനടി ടെസ്റ്റ് ചെയ്യുക തുടങ്ങിയവയാണ് പ്രാഥമികമായി ചെയ്യേണ്ട പ്രതിരോധ നടപടികൾ. ലോകാരോഗ്യ സംഘടന ഈ വൈറസിന്റെ മാറ്റം നിരീക്ഷിക്കുന്നുണ്ട് എന്നും നിലവിലെ വാക്സിനേഷൻ തന്നെ മതി എന്നും ലോകാരോഗ്യ സംഘടനയുടെ മേധാവി ടെഡ്രോസ് അദനോം ഗെബ്രിയേസസും പറഞ്ഞിട്ടുണ്ട്.